ഗൈസ്, കുറെ ദിവസമായില്ല ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഞങ്ങളൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ചിന്റെ പേരാണ് സ്മെല്ലിംഗ് ചലഞ്ച്. അപ്പം ഈ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരസ്പരം എന്താണെന്ന് അറിയൂല. ആ സാധനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സ്മെൽ ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും ഞങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഗെയിമിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് സ്മെല്ല് ചെയ്യുമ്പം ആ സ്മെല്ല് ചെയ്യുന്ന ആള് കണ്ണ് കെട്ടിയിരിക്കും. അതുപോലെ തന്നെ ടച്ച് ചെയ്യാൻ പാടില്ല. സാധനം എന്താണെന്ന് തൊട്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല. പിന്നെ അടുത്തത് 4 ചാൻസേ ഉള്ളൂ. 3 മതി അല്ലേ? 3 ചാൻസേ ഉള്ളൂ. 3 ചാൻസിന്റെ ഉള്ളിൽ സാധനം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങളിതാ കവറിലാണ് സാധനങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2 പേർക്കും ഇതിൽ എന്തൊക്കെയാണെന്ന് അറിയൂല. അപ്പം ആദ്യം ഗെയിം കളിക്കാൻ പോകുന്നത് ഞാനാണ്. എൻ്റെ കണ്ണാണ് കെട്ടാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ആരംഭിക്കലാമാ? എടുക്കുന്നുണ്ടോ? കണ്ണ് കെട്ടു. അമ്പോ, ആയി. സത്യം പറഞ്ഞോ? സത്യം. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിന്റെ സാധനങ്ങൾ ഇവിടെ നിരത്ത്. എളുപ്പമുള്ള സാധനങ്ങളാണോ? നിങ്ങൾ എന്തൊക്കെയോ പറയണ്ടല്ലോ. ഒന്ന് പെട്ടെന്നാക്കണം. കുറച്ച് വെയിറ്റ് ചെയ്. ഞാൻ ഫുള്ള് എളുപ്പമുള്ള സാധനങ്ങളാണ് എടുത്തത്. സ്റ്റാർട്ട് ചെയ്യുമ്പോ പറയണേ. തുടങ്ങാം. റെഡിയായോ? എല്ലാം നിരത്തിയോ? ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൈ കൊണ്ട് ഒരു സാധനം തൊടൂല. അവൾ എന്റെ മൂക്കിനെടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചരും. അത് സ്മെല് ചെയ്തിട്ട് ഞാൻ എന്താണ് സാധനം എന്ന് കണ്ടുപിടിക്കും. 3 ചാൻസേ ഉള്ളൂ. 3 ചാൻസിന്റെ ഉള്ളിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. സോ സിമ്പിൾ. എന്താണ്? ഉള്ളി. എന്തുള്ളി? വലിയുള്ളി. ശരിയാണോ? തെറ്റാണ്. എന്നാ ചെറിയുള്ളി. അപ്പൊ അടുത്ത് വെക്കാണേ. ഹായ്. ഇത് ഒന്നുകൂടെ. മിഠായി എന്തെങ്കിലും ആണോ? അത് പറഞ്ഞില്ല. ഒരു ചാൻസ് അല്ലേ പോയിട്ടുള്ളൂ? ഇനി 2 ചാൻസ് ഉണ്ട്. ലിപ് ബാം ആണോ? കറക്റ്റ്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. മിഠായിന്റെ വേണം ലിപ് ബാമിന്. ഓക്കെ, ശരിയാണേ. തക്കാളി. ഓക്കെ, അടുത്ത കൊടുക്കാം. ഇതും അടുക്കളയായിട്ട് ബന്ധപ്പെട്ട എന്തോ സാധനമാണ്. വെളുത്തുള്ളി. ശരിയാണോ? അടുക്കളത്തെ സാധനങ്ങളൊക്കെ ഞാൻ സിമ്പിളായി കണ്ടുപിടിക്കും. മോളൊന്ന് കണ്ടുപിടിച്ചേ. ഇത് എന്തോ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ്. ഒന്നുകൂടെ. ഐലൈനർ. അല്ല. 2 തവണ അല്ലേ? നല്ല പരിചയമുള്ള സ്മെൽ. ഇല്ലില്ല. ഇതെന്താ?
പുറത്തിറക്ക്. ഒന്നുകൂടെ അല്ല ഒന്നുകൂടെ കാണിക്കും. അറിയില്ല. ഇത് ഗൈസ് പറയട്ടെ, ഞാൻ പറയട്ടെ, പറഞ്ഞോ. ഇത് പോൺസിന്റെ ഒരു ക്രീമാണ് കേട്ടോ. നമ്മളെങ്ങനെ വിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലേ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഇതെന്താ? ഒന്നുകൂടെ എടന്റെ മൂക്കിന്റെ അടുത്തേക്ക് വെക്കേ. അയ്യോ, ഇതെന്തോ പുളിച്ച വളിച്ച സാധനം പോലെ സ്മെല്ല്. അതുകൊണ്ടാ ഗൈസ് ഞാൻ ഇതെടുത്തത്. ഐ ഡോണ്ട് നോ. പറയട്ടെ, ഇത് കൊടംപുളി ആട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ പുളിച്ച എന്തോ സാധന, പുളിയാണല്ലോ. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. വെക്കൊന്ന്. ഓ, പെപ്പർ പൗഡർ. നെക്സ്റ്റ് പൗഡർ ആണോ? അല്ല, ഒന്ന് പോയേ. ഇത് നല്ല പരിചയമുള്ള സ്മെല്ല് പോലെ ഉണ്ട്. ബേബി പൗഡറാ? അല്ല, രണ്ടെണ്ണം പോയി. അറിയില്ല. ഇത് വാസിലിയാട്ടോ ഗൈസ്. വാസ്ലിൻ. ഇതും പോയി. ഇതൊക്കെ അറിയാത്ത സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ നിക്കല്ലേ? ഇല്ല, ഞാൻ യൂസ് ചെയ്യുന്നത്. വെറുതെ അല്ല, ഈ യൂസ് ചെയ്യുന്ന ഒന്നും എനിക്കറിയില്ല. ഇത് ഗേൾസ് എല്ലാരും യൂസ് ചെയ്യും. ഓപ്ഷൻസ് കൊടുത്ത് കഴിച്ചു. അതൊക്കെ മനസ്സിലായി, ബ്യൂട്ടി സാധനമാണെന്ന് മനസ്സിലായി. പൗഡർ ആണോ? സ്പ്രേ? അല്ല, രണ്ടെണ്ണം പോയി. അറിയില്ല. ഇത് നെയിൽ പോളിഷ് റിമൂവർ ആട്ടോ. ഇങ്ങനത്തെ സ്മെല്ലോ? കഴിഞ്ഞോ? ഇല്ല, ഇനി എത്ര ഉണ്ട്? ഇനി ലാസ്റ്റത്തെ ഗൈസ്. ഇത് അറിയാം. ഷവർമ്മയോ? ഒന്നുകൂടെ. ഷവർമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്മെല്ലാണ് ഈശ്വര. ഒന്നുകൂടെ മണക്ക്. ഒന്ന് പോയിട്ടോ. കിട്ടില്ലല്ലോ. ഇത് വയലായ പ്രശ്നമാണ്. അയ്യോ, അതുകൊണ്ട് വയലായ പറ്റില്ല, ഞാൻ കണ്ടുപിടിക്കും. മണക്ക്. മൂക്കിനെടുത്ത് കിട്ടി. അറിയില്ല. ഇത് ശർക്കരയാണ്. ശർക്കരയോ? കേടെന്ന അപ്പൊ ശർക്കര. ഞാൻ കൊണ്ടുവന്ന 10 എണ്ണത്തില് എനിക്ക് പറഞ്ഞത് പറയാത്തത് ഞാൻ പറയാം. ഇത് പറഞ്ഞിട്ടില്ല. കഴിക്കാൻ പറ്റുമോ? അയച്ചോ, പറഞ്ഞോ. നെയിൽ പോളിഷ് റിമൂവർ പറഞ്ഞിട്ടില്ല, കൊടംപുളി കിട്ടിയിട്ടില്ല, ഇതും കിട്ടിയിട്ടില്ല, ശർക്കരയും കിട്ടിയിട്ടില്ല, ഇതും കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയത് ഇത് തക്കാളി, ചെറിയുള്ളി, ലിപ് ബാം, കുരുമുളക്, വെളുത്തുള്ളി. അടിപൊളി. അപ്പൊ എനിക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന് പറയും? 10 1 2 3 5 പോയിന്റ്. 5 എണ്ണം പോയി. ഇനി ഞാനും അപ്പൊ ഗൈസ്, ഇനി ഗെയിം കളിക്കാൻ പോകുന്നത് ചക്കരയാണ്. ഞാൻ ചക്കരയുടെ കണ്ണ് കെട്ടാൻ പോവാണേ. കാണില്ലല്ലോ? ഇല്ല. ഇതെത്രയാ ഗൈസ്? ഞാൻ വളരെ എളുപ്പമുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നത്. കാണണ്ടില്ലേ? ലൂസ് ആവണേ, അപ്പൊ കാണൂലേ.
കാണണ്ടോ? ഭയങ്കര ടൈറ്റ്. ആയി. കാണില്ലല്ലോ. ഓക്കെ, ഞാൻ ഭയങ്കര എളുപ്പമുള്ള സാധനങ്ങളാണ് എടുത്തത്. കാരണം ചക്കര എന്നെക്കാളും ചെറുതാണല്ലോ എന്നുള്ള ഒരു കൺസിഡറേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും 10 എണ്ണോള് കണ്ടുപിടിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കുറച്ച് കിട്ടുന്നുട്ടോ. എന്താ ബോബുണ്ടോ? ഇല്ല. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. ഇതേ പെട്ടെന്ന് കണ്ടുപിടിക്കൂ. അത്രയും നല്ല എന്തൊക്കെയോ സ്മെല്ല് കിട്ടുന്നു. കഴിഞ്ഞു. ഞാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് കിട്ടും. നമുക്ക് എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ സാധനം തുടങ്ങി. ഒരു മിനിറ്റ്. പോരട്ടെ. തുടങ്ങി. ഇന്നൊക്കെ എവിടെ മൂക്കിലെടുത്ത് വെക്ക്. മൂക്കിനെടുത്തല്ലേ നിൽക്കുന്നു. എന്താ കുത്തുന്ന സ്മെല്ല്? ഇന്നൊക്കെ വെക്ക്. എവിടെ വെച്ച് അടക്കം. ഒരു മിനിറ്റ്. മണം വരുന്നില്ല. ആ നാരങ്ങ, ചെറുനാരങ്ങ. നെക്സ്റ്റ്. മൂക്കിലെത്തിപ്പോയി മാസം. ചെറുനാരങ്ങ എവിടെ വെക്ക്. വെക്കണില്ലേ? മണം കിട്ടില്ല. എന്തൊരു സ്മെല്ല്. ഇലയാണോ? പറയ്. കിച്ചണിൽ യൂസ് ചെയ്യണാണോ? അതൊന്നും പറയില്ല. ക്ലൂ എങ്കിലും ഒന്നുമല്ല. ഞാൻ ക്ലൂ ഒന്നും വാങ്ങിച്ചില്ലല്ലോ. ഒന്നുകൂടി ഞാൻ തന്നിക്കുന്നത് നോക്കട്ടെ. പൊതീനല റോങ്. എത്ര രണ്ടെണ്ണല്ലേ? ഒന്നുകൂടി. കറിവേപ്പില. കറക്റ്റ്. ഇത് ഞാൻ എളുപ്പത്തിൽ വേണ്ടിയിരിക്കണ ഞെരടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ എടുക്കണം എന്ന് വെച്ചു. നെക്സ്റ്റ്. പക്ഷെ വേണ്ട. സൗണ്ട് കേൾക്കും. ഓക്കെ. എവിടെ? കുത്തുന്ന സൗണ്ട്. ഇത് കിട്ടുമെന്ന് തോന്നില്ല. എന്നാലും പറഞ്ഞോ, 3 ഓപ്ഷൻ ഉണ്ട്. മറ്റേ ഇതാണോ? എന്തേനി അതിന്റെ പേര്? ഒന്നുകൂടി ഉണ്ടെങ്കി അന്ന് തല നേരെ വെച്ചോ. ഞാൻ മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ടോണിക് ആണോ? നോ. അല്ല, മരുന്നൊക്കെ എടുത്തോണ്ട് വരിക. എന്നിട്ട് ചുമേന്റെ ഇത് മരുന്ന്. 2 ഓപ്ഷൻ കഴിഞ്ഞേ. എവിടെ? ഹണിയാണോ? നോക്കണേ എവിടേക്കൊക്കെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ്. ഇത് എന്താണ് കണ്ടുപിടിക്കും? വല്ലാണ്ട് കൊടുക്കണ്ട. നല്ലൊരു കണ്ടു വെക്കണ്ടാ. ഡെറ്റോള്. നല്ല സ്മെല്ല്. ഫസ്റ്റ് എന്താ സ്മെല്ലായിരിക്കും. ഞാൻ തോറ്റ്. എവിടെ നിന്ന് ഒപ്പിച്ച്? എനിക്കൊന്നും കിട്ടിയില്ല വീട്ടിൽ കൊണ്ടുപോയിട്ട്. പച്ചാ ഇല്ല. വെച്ച് എന്താ കുറിയേ? എന്താണ് കുറിയാണോ? എന്ത് കുറി? മറ്റേ തുടർന്ന കുറി.
സംഭവം ശരിയാണ്. ഭസ്മാണോ? ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ ടഫ് ഉള്ള സാധനങ്ങളൊക്കെ ഇറക്കിയത്. ഇത് പിന്നെ എന്തായാലും കണ്ടുപിടിക്കുന്ന ഉറപ്പാണ്. എന്താ വെച്ചാ അടങ്ങല്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചുമേന്റെ മരുന്നാണോ? ഒരു ഓപ്ഷൻ കഴിഞ്ഞേ, അല്ല ഒരു ചാൻസ് കഴിഞ്ഞേ. മൂക്കൊരു സ്ഥലത്ത് നിർത്തിയാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് ചുമേന്റെ മരുന്നായിട്ട് തോന്നണേ. ചുമേന്റെ മരുന്നല്ലാന്ന് പറഞ്ഞില്ലേ? അല്ലേ ഇങ്ങോട്ട് കണ്ടിക്ക് ഒരുമാതിരത്തെ സാധനം എനിക്കറിയില്ല. അറിയില്ല. ഇതാണ് ഡാസ്ലറിന്റെ 025 എന്ന് പറഞ്ഞ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. എല്ലാരും റിവ്യൂ പറയുന്ന ഒരു സംഭവമാണ്. ഇതിന് ടോണിക്കിന്റെ സ്മെല്ലാണെന്ന്. അതന്നെ എന്തോ ഒരു. നെക്സ്റ്റ് ഇതില്ലേ, ഇത് തുറക്കുന്ന സൗണ്ട് വരെ കേട്ടാൽ ഇവള് കണ്ടുപിടിക്കും. മൂക്ക് കറി കൈ മാറ്റ്. ഒന്നുകൂടി വെക്ക്. മുളക് പൊടി അതെ ആണ്. പറഞ്ഞൂടെ മൂക്കൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കൊടുക്കണോ? ആ വെക്ക. വെച്ചാ വെച്ചാ ആ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് മൂക്കിന് ഓട്ടല്ലേ? എനിക്ക് ചൂയും കാര്യം തോന്നുന്നു. ബബിൾക്കാണാ? ഓരോ ഓപ്ഷൻ, ഒരു ചാൻസ് കഴിഞ്ഞേ. ഒന്നുകൂടി വെക്ക്. തല നേരെ പൊന്തിക്ക്. എനിക്ക് സ്മെല്ല് കിട്ടില്ല. ബബിൾക്കല്ല. നോ, സ്മെല്ലില്ല. ഒന്നും എനിക്കറിയില്ല. ഇത് നമ്മുടെ ഹെർബലിന്റെ ടൂത്ത് പേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ കണ്ടുപിടിക്കുന്ന വിചാരിച്ചിട്ടോ. ബബിൾക്കത്തിലൊരു മണം. വലിച്ചു കേട്ടിക്കോ. പച്ചമുളക് ആണേ. കഴിഞ്ഞ ഇണ്ടാ ഒന്നുകൂടെ ഉണ്ട്. ലാസ്റ്റ് വൺ. സോ സിമ്പിൾ, എന്തായാലും കണ്ടുപിടിക്കും. എന്താ? സോപ്പ്. കറക്റ്റ്. അപ്പൊ കഴിഞ്ഞ ഞാൻ തോറ്റു. നമ്മൾ ജയിച്ചു. പറയൂ ബാക്ക്. നമ്മൾ ജയിച്ചു. അയ്യന്റെ മുടി. എന്തൊരു രസം. അടിപൊളി ഗെയിം ആയിരുന്നു അല്ലേ? നല്ല അടിപൊളി ഗെയിം. പക്ഷെ എന്താ, എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടൊക്കെയാ വന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തെ. ഞാൻ പിന്നെ മുളക് പൊടി ഒക്കെ ഉണ്ട് മൂക്ക് കയറി. ഞാൻ പിന്നെ പാവല്ല, പെട്ടെന്ന് കണ്ടുപിടിച്ചോടെ വെച്ചിട്ട് അടുക്കളത്തെ സാധനങ്ങളാണ് കൂടുതൽ എടുത്തുകൊണ്ട് വന്നത്. ലിപ്സ്റ്റിക്കിലേക്കാ കണ്ണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചൂസ് ചെയ്ത സാധനങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നൊക്കെ കമന്റ് ബോക്സിലൂടെ പറയണം. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഗെയിം, എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം എന്തായാലും അടിപൊളി ഗെയിം. അതെ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം ടാറ്റാ.